അല്ല, വീഴ്ചയായി, പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച പോയല്ലോ. ആ, വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല എൻ്റെ അർത്ഥം. പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതന്നെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റിക്ക് വേണമെങ്കിൽ എഴുതിക്കോ. ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ്. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? അതെന്താ അതിൻ്റെ അർത്ഥം? എന്താ? സിസ്റ്റത്തിൻ്റെ പോരായ്മയാണോ എന്ന് ഇവന് ഓരോരാൾ ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദച്ചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. അത് അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ? അല്ല, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് വാർത്ത? വീഴ്ച പറ്റാൻ പാടുണ്ടോന്നോ? അങ്ങനെ പിന്നെ വീഴ്ചയെ പറ്റൂല്ലോ ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാതൊരു അവസ്ഥയല്ലേ വരിക? വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും. പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി. ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറി. അതെ. അതുകൊണ്ടുണ്ട്. പിടിച്ച വളരെ നന്നായി. എല്ലാവർക്കും നന്നായി.